അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് പറയാം. എത്ര വേഗത്തിലാണ് ഇവിടെ കോൺക്രീറ്റിംഗ് ഒക്കെ നടന്നിട്ടുള്ളത്. വളരെ കുറച്ച് സമയം കൊണ്ട് ആണ് ഇത്രയും വലിയൊരു കോൺക്രീറ്റ് വാളൊക്കെ ഇവിടെ കെട്ടിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ വന്ന സമയത്ത് ഇതിൻ്റെ ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാക്കഞ്ചേരി ഭാഗത്താണ്. കാക്കഞ്ചേരി ഭാഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചായി ഈ ഭാഗത്ത് വന്ന് വീഡിയോ ചെയ്തിട്ട്, അതിന് ശേഷം ഇപ്പോൾ വരുന്നതാണ്. ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. NH66 വർക്ക് വളരെ വേഗത്തിൽ എല്ലാ ഭാഗത്തും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഞാൻ ഈ വരുന്ന വഴിയിലൊക്കെ ഒരുപാട് ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റു ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവിടെ നമ്മുടെ ക്രാഷ് ബാരിയർ വരെ വെച്ചിട്ടുണ്ട്. ക്രാഷ് ബാരിയർ വെച്ചത് കാണാം. നമുക്ക് ഈ ഭാഗത്ത് ഒരു സൈഡിൽ ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിക്കാനുള്ളൊരു വർക്കാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. വളരെ വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് കാക്കഞ്ചേരി ഭാഗത്ത്. ഇവിടെ ലൈറ്റിനുള്ള ഒരു ഭാഗം വിട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ പഴയ ഹൈവേ കൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. പഴയ ഹൈവേ അങ്ങനെ ആയിരുന്നു. അതും ഇപ്പോൾ പുതിയതായിട്ടുള്ള ഹൈവേയിലേക്ക് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്ത് വന്നിട്ട് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ വർക്ക് കഴിഞ്ഞ ഭാഗത്തൂടെയാണ് നമ്മുടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇപ്പോൾ ഇതാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. ഇവിടെയും നല്ല ഹൈറ്റായി ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ താഴ്ചയിൽ നിന്ന് കെട്ടിപ്പൊക്കി കൊണ്ടുവന്നതാണ് ഇവിടെയുള്ള സർവീസ് റോഡ്. ഇവിടെ ഒരു കൊക്ക പോലെയുള്ള ഒരു ഭാഗമായിരുന്നു, വളരെ താഴ്ചയായിരുന്നു. അതിന് ശേഷം ഇവിടെ സർവീസ് റോഡ് കെട്ടിപ്പൊക്കി അതിൻ്റെ മുകളിൽ ഇപ്പോൾ വീണ്ടും കട്ട വെച്ച് വർക്ക് ചെയ്ത് നമ്മുടെ റോഡിൻ്റെ വർക്ക് ഇവിടെ കാണാം. ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ ഇവിടെ ഹൈവേ കടന്നു പോകുന്നത്. പഴയ ഈ വഴി യാത്ര ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം, ഇവിടെ വളരെ താഴ്ചയുള്ളൊരു വളവ് ആയൊരു ഭാഗമായിരുന്നു കാക്കഞ്ചേരി ഭാഗത്ത്. അതൊക്കെ ഇവിടെ നിവർത്തി നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അവിടെ ഒരു ഡ്രൈനേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ JCBയും മറ്റു വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട്. അവിടെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. നമുക്ക് കാണാം ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കോൺക്രീറ്റ് ചെയ്യലാണ്. ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഏകദേശം മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കാക്കഞ്ചേരിയുടെ വലിയൊരു മാറ്റം തന്നെയാണ് കാക്കഞ്ചേരിയിൽ. ഇനി അധികം വൈകാതെ തന്നെ ഇവിടെ ലെവൽ ചെയ്ത ഭാഗത്ത് സിമൻറ്റ് മിക്സ് ചെയ്യും. സിമൻറ്റ് മിക്സ് ചെയ്താൽ ഉടൻ തന്നെ ടാറിങ് നടക്കും. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തും. നമുക്ക് അതിന് മുന്നേ ഇവിടെ താഴെ ഭാഗത്തൊന്ന് പോയി നോക്കാം. അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് പറയാം. എത്ര വേഗത്തിലാണ് ഇവിടെ കോൺക്രീറ്റിംഗ് ഒക്കെ നടന്നിട്ടുള്ളത്. വളരെ കുറച്ച് സമയം കൊണ്ട് ആണ് ഇത്രയും വലിയൊരു കോൺക്രീറ്റ് വാളൊക്കെ ഇവിടെ കെട്ടിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ വന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫൗണ്ടേഷൻ്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളതിന്. അതിൻ്റെ ശേഷം ഇപ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഒരു ആഴ്ച 2 ആഴ്ച ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ നമ്മൾ വന്നു പോയിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ശേഷത്ത് വന്ന് നോക്കുമ്പോൾ കാണുന്നൊരു മാറ്റമാണിത്. ഇവിടെ ഒരു ഡ്രൈനേജ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു വലിയ രീതിയിൽ തന്നെ ഒരു കോൺക്രീറ്റിൻ്റെ വാളാണ് വന്നിട്ടുണ്ട്, നല്ലൊരു സേഫ്റ്റിക്ക് വേണ്ടി. അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് അവിടെ റോഡ് വരാനുള്ളതാണ്. അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിരിക്കും നല്ലൊരു സ്ട്രോങ് കോൺക്രീറ്റ് വാളാണ് അവിടെ വന്നിട്ടുള്ളത്. ഇവിടെ മണ്ണ് കോരി നിറച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്യുന്നു. എല്ലാ വർക്കും നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ നോക്കാറുണ്ട്. കമൻസിന് അറിയുന്ന രീതിയിലും പറയാൻ പറ്റുന്ന രീതിയിലുള്ള കമൻസുകളൊക്കെ ഞാൻ മറുപടി അയക്കാറുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങൾ കമൻസുകൾ എഴുതുക, അഭിപ്രായങ്ങൾ എഴുതുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ വലിയൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. നിങ്ങളാണ് എന്നെ ഇത്രയും രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു സന്തോഷം ഉള്ളൊരു കാര്യം ആയി മാറിയിട്ടുണ്ട്. നിങ്ങൾ തരുന്നൊരു വലിയൊരു സപ്പോർട്ടാണ്. നിങ്ങൾ പറയുന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള
വളരെ കുറച്ച് പേരാണ് നമ്മളെ ചാനലിലുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയേണ്ടത് വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വളരെ കുറച്ച് പേരാണ് നമ്മുടെ ചാനലിലുള്ളത്. അതുകൊണ്ട് വളരെ കുറഞ്ഞ കാണികളാണ് ഉള്ളത്, കാണാനുള്ളത്. വ്യൂവേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ വീഡിയോ കാണുന്നുണ്ട്. അവരുടെ നാടിൻ്റെ മാറ്റങ്ങൾ, പുതിയ മാറ്റങ്ങൾ കാണുമ്പോൾ അവർ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. വളരെ താങ്ക്സ് ഉണ്ട്. ഓരോ ആളുകൾക്കും പ്രത്യേകം പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു വലിയൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത ഭാഗത്ത് ഇതാണ് സിമെൻറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വളരെ വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട്. കാക്കഞ്ചേരി ഭാഗത്തും ഇനി അധികം വൈകാതെ തന്നെ ടാറിങ് നടക്കും. ചിലപ്പം നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിലപ്പം ടാറിങ് നടക്കാൻ സാധ്യതയുണ്ട്. അത്ര വേഗത്തിലാണ് ഇപ്പോൾ ഇവർ വർക്ക് നടക്കുന്നത്. പല ഭാഗത്തും ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്, ലൈൻ മാർക്കിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കട്ട വെച്ചുള്ള വർക്കിൻ്റെ ആവശ്യത്തിനുള്ള കട്ടകൾ കൊണ്ടുവന്ന് വെച്ച് കാണാം. ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്. ഇനി കുറഞ്ഞ കട്ട വെച്ചുള്ള വർക്ക് ഇവിടെ ആവശ്യമുള്ളൂ. ആ ഭാഗത്ത് മുൻഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട്. ഇനി കോൺക്രീറ്റ് ആയിരിക്കും ചിലപ്പം. ഈ ഭാഗത്തൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്, ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇനി കോൺക്രീറ്റ് ആണ് വെക്കാനുള്ളത്, കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് അതിനുള്ള ആ ഭാഗത്തേക്കുള്ള കട്ടൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ പ്ലാനിഡാണ് ഇവർ, അത്രത്തോളം വർക്കിൻ്റെ വേഗത. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് കോഴിക്കോട് ഭാഗത്തുനിന്ന് വാഹനങ്ങൾ വരുന്നത്. നമുക്ക് കാണാം സർവീസ് റോട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഈ സൈഡിലൂടെയുള്ള യാത്രയാണ് കാണുന്നത്. അപ്പോൾ കാക്കഞ്ചേരിയിൽ വളരെ വേഗത്തിലാണ് ഇവിടെയൊക്കെ വർക്ക് നടന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു 2 ആഴ്ച മുന്നേ ആണെങ്കിലും അതിൻ്റെ ശേഷം വരുമ്പോഴുള്ള മാറ്റങ്ങളാണ് ഇവിടെ കാണുന്നത്. മുൻഭാഗത്തും ഇവിടെ മെറ്റൽ മിക്സ് ചെയ്യുന്നുണ്ട്, അത് അമർത്തിക്കൊണ്ടിരിക്കുന്നത്, ലെവൽ ചെയ്യുന്നുണ്ട്. ഒരു സൈഡിലേക്കുള്ള മണ്ണ് വീണ്ടും കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ അറിയിച്ചൊരു അഭിപ്രായമാണ് പറയുന്നത്, റോഡ് സൈഡിലൊക്കെ ആളുകൾ വേസ്റ്റൊക്കെ എറിയുന്നുണ്ടെന്ന്. കുറച്ച് വേസ്റ്റൊക്കെ ഈ വർക്കേഴ്സിൻ്റെ ഫുഡിൻ്റെ വേസ്റ്റുകളാണ്, അത് പിന്നീട് എടുത്ത് മാറ്റുമായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ വരാനുണ്ട്, ആളുകൾക്ക് പഠിച്ച് വരാനുണ്ട്. അതുപോലെ റോഡ് സൈഡിൽ മൂത്രമൊഴിക്കുക, അങ്ങനെയുള്ള പല പ്രവണതകളും കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതൊക്കെ നമ്മളൊക്കെ പഠിച്ചു വരാനായിട്ടില്ല. ഇനി എവിടെയാണ് വേസ്റ്റ് ചെയ്യേണ്ടത്, മൂത്രമൊഴിക്കാനുള്ള സിസ്റ്റങ്ങൾ എവിടെയൊക്കെ വരിക, ടോയ്ലറ്റുകൾ എവിടെയൊക്കെയാണ്, അവിടെയൊക്കെ പോയിട്ട് മൂത്രമൊഴിക്കുക, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെയൊക്കെ ആളുകൾ പഠിക്കുമായിരിക്കാം. ഇപ്പം അതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സജ്ജീകരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് കാണാം ഒരു ക്യാമറക്കൊക്കെ ഉള്ള ഒരു ആണതുകൊണ്ട് ലൈറ്റ് മറ്റുള്ള കാലുകളൊക്കെ സൈഡ് ഭാഗത്തായിരിക്കും വരിക. ഇത് ക്യാമറക്കുള്ളതായിരിക്കും. ഇതാണ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മെറ്റൽ മിക്സ് ഇവിടെ കാണാം, നമുക്ക് ലെവൽ ചെയ്യുന്നത് കാണാം. ഇതിൻ്റെ ബാക്കിൽ തന്നെ റോഡ് റോളറുണ്ട്. അത് ഇവിടെ വർക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതുകൊണ്ട് ഓടിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള വർക്കുകൾ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വേസ്റ്റുകൾ. ഇതൊക്കെ ഇവിടെ വർക്കേഴ്സിൻ്റെ ഫുഡ് വേസ്റ്റുകളാണ്. ഇതുപോലെ പല ഭാഗത്തും ഇങ്ങനെ വേസ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ അവർ എടുത്ത് മാറ്റുമായിരിക്കാം. കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ ഇത്രയും ഭാഗത്തേക്കാണ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള ഭാഗത്താണ് ടാറിങ് നടക്കേണ്ടതുള്ളത്. ഇവിടം വരെയാണ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി സിമെൻറ്റ് മിക്സ് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ സ്പിൻ മില്ലിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം ഇവിടുന്ന് വളരെ ദൂരത്തിൽ സിമെൻറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ വർക്ക് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പെട്ടെന്ന് ടാറിങ് നടക്കുമെന്നാണ് തോന്നുന്നത്. എല്ലാ ഭാഗത്തും ഇപ്പോൾ അങ്ങനെയാണ്. വളരെ കുറഞ്ഞ ദൂരത്തിലാണെങ്കിലും ടാറിങ് സിമെൻറ്റ് മിക്സ് കഴിഞ്ഞാൽ ഉടൻ ടാറിങ് നടക്കും. അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കൊളപ്പുറം ഭാഗത്തുനിന്ന് കണ്ടത്. കൊളപ്പുറം ഭാഗത്ത് പെട്ടെന്ന് വർക്കുകൾ തീർത്ത ഭാഗത്ത് സിമെൻറ്റ് മിക്സ് ചെയ്യുക, ഉടൻ ടാർ ഒഴിക്കുക, ടാറിങ് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്. അതുപോലെ ഇവിടെയും നടക്കാൻ സാധ്യതയുണ്ട്.
ഈ തിരക്ക് പിടിച്ച് വാഹനങ്ങൾ പോകുന്നത് കാണാം. വൈകുന്നേരങ്ങളിലായാൽ പ്രത്യേകിച്ചും സർവീസ് റോഡിലൂടെ വളരെ കൂടുതലാണ് ബ്ലോക്ക്. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ടാറിങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ തുറന്നു കൊടുക്കുന്ന തോന്നുന്നത്. ഇപ്പോൾ എല്ലാ ഭാഗത്തും വൺ സൈഡെങ്കിലും വർക്ക് കഴിഞ്ഞ് തുറന്നു കൊടുക്കാനുള്ളൊരു രീതിയിലേക്ക് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. തലപ്പാറ ഭാഗത്ത് ഇപ്പോൾ വൺ സൈഡ് ഭാഗത്ത് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഇപ്പോൾ വൺ സൈഡ് ഭാഗത്ത് വർക്ക് കഴിയാറായി തുടങ്ങിയിട്ടുണ്ട്. സിമെൻറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് മെറ്റൽ അമർത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ഭാഗത്താണ് മുൻഭാഗത്ത് ഇനി വർക്ക് നടക്കേണ്ടത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തും പെട്ടെന്ന് വർക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ തുറന്നു കൊടുക്കുന്നതായിരിക്കും. അതിനുവേണ്ടി സെൻറ്ററിൽ വെക്കുന്ന ക്രാഷ് ബാരിയറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് അതാണ് കാണുന്നത്. നമ്മൾ ഇനി കുറച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സ്പിൻ മില്ലിൻ്റെ ഭാഗത്തേക്ക്. ഇവിടെ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടതാണ്. ഇവിടുന്ന് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടുന്ന് സൈഡിലേക്ക് സർവീസ് റോഡിലേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. ഈ ഭാഗത്തുനിന്ന് ഓവർപാസ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ നിന്നാണ് സർവീസ് റോഡിലേക്ക് മാറുന്നത്. ഇത്രയും ഭാഗത്തു നിന്നാണ് ഇവിടെ ഇനി വർക്ക് നടക്കാനുള്ളത്. അത് ഏകദേശം ഈ ഭാഗത്തേക്ക് വരെ ഇപ്പോൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗം നേരത്തെ നമ്മൾ കാണിച്ച ആ ഭാഗത്ത് ഒരു ഡ്രെയിനേജിൻ്റെ സിസ്റ്റം കൊടുക്കുന്നത് നമ്മൾ കാണിച്ചു. ആ ഭാഗം വരെയാണ് ഇനി കുറച്ച് റിസ്കി ആയുള്ള വർക്ക്, അവിടെ കുറച്ച് കൂടുതൽ വർക്കുള്ളത്. ആ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യലും മണ്ണ് അമർത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അവിടെയും വർക്ക് നടക്കുന്ന വാഹനങ്ങൾക്ക് പോകുന്ന രീതിയിലേക്ക് ടാറിങ്ങൊക്കെ ചെയ്യുന്നതായിരിക്കും. വളരെ കുറച്ച് വർക്കുകൾ ഇനി കുറഞ്ഞ ദിവസം കൊണ്ട് തീർക്കാവുന്ന വർക്കുകളാണുള്ളത് കാക്കഞ്ചേരി ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊന്നുകൂടെ കറങ്ങിയിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം. ആ ഭാഗത്ത് മുൻഭാഗത്ത് എന്തൊക്കെയാണ് ഇനിയുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓവർപാസിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഇതാണ് നമുക്ക് കാണാം. കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഈ സൈഡിലൂടെ ഇങ്ങനെ നമ്മുടെ സർവീസ് റോഡിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് മലപ്പുറത്തു നിന്നൊക്കെ പോകാൻ 1 മണിക്കൂർ കൂടുതൽ സമയമൊക്കെ എടുത്തിരുന്ന വാഹനങ്ങൾ ഇപ്പം തന്നെ പകുതിയിലേറെ സമയത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതിലും കൂടുതൽ സമയം കുറവായിരിക്കാൻ സാധ്യത കിട്ടുന്നുണ്ട്. റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ക്യാമറൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഏറ്റവും അനുഭവപ്പെടുന്നത് കണ്ടില്ലേ, ആംബുലൻസ് പോകുന്നതാണ്. അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ക്യാമറ ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ ആംബുലൻസുകൾ മറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ സർവീസ് റോഡിലൂടെയുള്ള യാത്ര ഒറ്റ ലൈനായിട്ട് വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ചും സ്കൂളൊക്കെ വിടുന്ന സമയത്ത് വാഹനങ്ങൾ ഓടിച്ചു പോകാനൊക്കെ തിരക്ക് കൂടിയൊരു സമയമാണ്. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ ഭാഗത്തൊക്കെ തുറന്നു കൊടുത്ത് വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോയി നോക്കാം. കുറച്ച് ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ ലൈൻ മാർക്കിങ്ങിൻ്റെ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ചിലപ്പം ആഡ് ചെയ്യും. അപ്പോൾ വീണ്ടും ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.